പിന്നെ പ്രേക്ഷകരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഒരു സോറി എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങ് തീരുമല്ലോ. അപ്പം ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടാണല്ലോ. നമുക്ക് സിബിൻ്റെ കാര്യം ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് വന്നേ ഉള്ളൂ. മെയിനായിട്ട് വേറൊരു സംഭവമാണ്. അത് നിങ്ങൾക്ക് വിശദമായിട്ട് ഞാൻ തെളിവ് സഹിതം കാണിച്ചു തരാം. അതിനു മുമ്പ് നമുക്ക് കുറച്ച് ക്ലിപ്പ് കണ്ടു നോക്കാം. ദേഷ്യം വന്നപ്പോൾ ഞാൻ ഇടിച്ചു. അതൊന്നും ഇവിടെ കാണിക്കാൻ പറ്റില്ല. ദേഷ്യം വന്ന് ഇടിക്കും. നിങ്ങൾ വീട്ടിലിങ്ങനെ കാണിക്കോ? ഇത്തരം മാന്യങ്ങൾ കാണിക്കോ? ഇത് എത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ്. അപ്പൊ നിങ്ങൾ ക്വാളിറ്റി ഉള്ള ആളാണോ? അല്ല. അപ്പൊ ദേഷ്യം വന്നപ്പോൾ സിബിൻ ഇടിച്ചാണ് സ്വാഭാവികം. അത് ഒരു പക്ഷെ അതിനകത്ത് ഞാനായിരുന്നെങ്കിൽ വേറെ പലതും വിളിച്ച് പറഞ്ഞേനെ. അദ്ദേഹം ആയതുകൊണ്ട് ആ ഒരു ആംഗ്യ ഭാഷ കാണിച്ചു. ഞാനാണെങ്കിൽ വേറെ ഒക്കെ വിളിച്ചേനെ എൻ്റെ സ്വഭാവത്തിന് ദേഷ്യം കയറാൻ. കാരണം അതുപോലെ ഒരിതായിട്ടാണ് ജാസ്മിനെ നമുക്കിവിടെ കാണുമ്പോൾ ഈ 24/7 ഇവിടെ ലൈവ് കാണുമ്പോൾ എനിക്ക് തരിക്കാറുണ്ട് സത്യത്തിൽ. അപ്പോൾ അതിനകത്ത് വല്ലതും ആണെങ്കിൽ ഓക്കെ, സിബിൻ അതല്ലേ കാണിച്ചു. പല സീസണിലൊക്കെ എടുത്ത് നോക്കണം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ. സത്യം പറഞ്ഞാൽ ലാലേട്ടൻ ഭയങ്കര ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. മീൻസ് ഒരാളെ മാത്രം എടുത്തിട്ട് അങ്ങ് ഇത് ചെയ്യുന്നത്. അത് നൈസായിട്ട് പവർ റൂമിൽ നിന്ന് എടുത്ത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. കാരണം ഗബ്രിയും ജാസ്മിനും ഒക്കെ 3-4 ടീമൊക്കെ ഉണ്ടല്ലോ. അവരെല്ലാവരും കൂടെ പുറത്താക്കാതിരിക്കാനുള്ള നമ്പറാണ് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് അടുത്തെടുക്കാം. ഞാൻ പ്രൊവോക്ഡ് ആയി പോയി. വളരെ വലിയൊരു തെറ്റാണ്, ഞാനത് സമ്മതിക്കുന്നു. അല്ലല്ല, ഇരിക്കും ഇപ്പോഴും പ്രൊവോക്ക് ആവുന്ന നിങ്ങള്? ഇല്ല പ്രൊവോക്ക് ആക്കിപ്പിച്ചതായിരിക്കും. എന്താണ് ലാലേട്ടാ പാവം പിടിച്ചവൻ സംസാരിക്കില്ല, പുള്ളി കാര്യമല്ലേ പറഞ്ഞേ. അപ്പോൾ ലാലേട്ടൻ അത് പ്രൊവോക്കായിട്ട് തോന്നിയോ? നമുക്കാർക്കും അതൊന്നും തോന്നിയിട്ടുണ്ട്. ലാലേട്ടൻ അത് തോന്നിയെങ്കിൽ ഇപ്പം ഇതിനേക്കാളും അപ്പുറം സംഭവിച്ചുകൊണ്ട് ലാലേട്ടൻ നമ്മുടെ ജാസ്മിനെയും ജിൻഡുവൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിളിച്ചിട്ടുണ്ട് തന്തയ്ക്ക്. അതും തന്തലാഴി എന്നൊക്കെ എടുത്തു പറയാന്ന് വെച്ചാൽ ഒരു 23 വയസ്സുകാരി അത്ര നല്ലതൊന്നുമല്ല ലാലേട്ട. ഇതൊന്നും അന്നൊന്നും ചോദിച്ചൊന്നും ഇല്ല നിങ്ങൾ, അത് വേറെ കാര്യം പോട്ടെ. അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ മെയിനായിട്ട് ഞാൻ വന്നിരിക്കുന്നത് ആ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി മാത്രമാണ്. ലാലേട്ടൻ ചോദിക്കുന്നത് ജാസ്മിൻ അത് വേണ്ട, വീഡിയോ ക്ലിപ്പ് വെച്ച് തരാം, നിങ്ങളത് കാണാം. ഒരു മോശമായ ആക്ടിന് നിങ്ങളത് ആ സോറി അക്സെപ്റ്റ് ചെയ്തതിന് വലിയ കാര്യം കേട്ടോ. ഇരിക്കും. ജാസ്മിൻ ഭായി ചോദിച്ച പോലെ ആവും. അയ്യോ പോട്ടെ ലാലേട്ട, എപ്പിസോഡെങ്കിലും ഒന്ന് കണ്ടിട്ടാണ് വന്നത്. എനിക്കറിയാൻ വയ്യത്തോണ്ട് ചോദിക്കുക, ജാസ്മിൻ എവിടെ സോറി പറഞ്ഞെന്നാ നിങ്ങൾ ഈ പറയുന്നേ? ഒന്നെങ്കിൽ ബിഗ് ബോസ് നിങ്ങളടുത്ത് അത് പറയാൻ മറന്നതായിരിക്കും. ഇവർ ഈ ക്ലിപ്പൊക്കെ ഇതിനു മുമ്പ് അയച്ചു തരുമ്പോൾ അതൊക്കെ കണ്ടിട്ട് വേണ്ടേ പറയണ്ടേ? ലാലേട്ടാ അയ്യേ, ജാസ്മിൻ അതിന് സോറി എന്താ പറയണ്ടേ? എന്തോ അത് കേൾക്കാൻ പോലും അവള് കൂട്ടാക്കിട്ടില്ല. അതിന്റെ തെളിവ് ഞാൻ നിങ്ങൾക്ക് വെച്ച് തരാം. പിന്നെ പ്രേക്ഷകരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഒരു സോറി എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങ് തീരുമല്ലോ. അവളൊന്നും അക്സെപ്റ്റ് പോലും ചെയ്തിട്ടില്ല ആ കാര്യങ്ങൾ. അയ്യോ, അതിന് കൈയടിക്കാൻ കുറെ എണ്ണം. ആ ഒരു ഉളുപ്പില്ലല്ലോ. അത് കഴിഞ്ഞിട്ടുണ്ടായത് പിന്നെ പറയണ്ടായല്ലോ. അത് കഴിഞ്ഞിട്ടുണ്ടായതാണ് സിബിന് ബിഗ് ബോസ് വീട്ടിലെ സ്ഥാനമാനങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി. അതിന്റെ ഒരു ക്ലിപ്പ് നമുക്ക് വെച്ച് തരാം. അപ്പൊ ഒരു ശിക്ഷ എന്ന് പറയുന്നത് സിബിന് ഡയറക്റ്റ് നോമിനേഷനിലേക്ക് പോകും. അടുത്ത ആഴ്ച സിബിൻ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ പവർ ടീമിൽ നിന്ന് സിബിൻ വെളിയിൽ പോയിരിക്കുന്നു. പാവം പിടിച്ചവനെ പവർ ടീമിൽ നിന്നും പുറത്താക്കി ഇതുവരെ ചെയ്ത് എവിഷനെ കൊണ്ടിടാൻ വേണ്ടി. അല്ലാതെ പിന്നെ എന്തു വരാലേട്ടാ. ഇനിയിപ്പം എനിക്കറിയാം എന്തായാലും അടുത്ത വട്ടം ഇവരെയൊക്കെ സേഫ് ആക്കാനേ. കാരണം ഗബ്രിയും ജാസും ആണല്ലോ ഇപ്പം ട്രെൻഡിങ്, ജിൻഡു ഒക്കെ. പക്ഷെ ഇത് ഇച്ചിരി മോശമായിട്ടുള്ളതാണ്. ലാലേട്ടൻ ഇരുന്ന് ആലോചിക്ക്, അല്ലെങ്കിൽ ഇത് മൊത്തം കാണുമ്പോൾ നിങ്ങൾ തന്നെ ചിലപ്പോൾ ബിഗ് ബോസിനോട് ചോദിച്ചു പോകും. അവര് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന അദ്ദേഹവും പുള്ളി എന്താണ് സൗണ്ട് കൊടുക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. ഇവിടെ ബാക്കിയൊക്കെ ചെയ്യുന്ന കുറേ ടീംസുകൾ അതിനകത്ത് ഇരിപ്പുണ്ട്, മെയിൻ ഗുണാണ്ടർമാരൊക്കെ. ഓക്കെ, പിന്നെ ജനങ്ങളുടെ വിധി ജനങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ജാസ്മിനെ കുറിച്ചൊക്കെ എന്താ പറയുന്നതെന്ന് ലാലേട്ടന് വല്ലതും അറിയാവോ? അതിന്റെ വേണമെങ്കിലും ഞാനൊരു ക്ലിപ്പ് വെച്ച് തരാം. നിക്ക് ലാലേട്ടാ, അവരൊക്കെ കുടുംബത്തുനിന്ന് വന്നതാന്ന് പറയാന്നാണോ? ഒക്കെ കല്യാണം വെച്ചത് എവിടെയൊക്കെ വല്ലവരും കൊണ്ടുപോവോ? അവളാണോ അതിനകത്ത് താരം? അറിയാതിരിക്കാൻ വേഗം അത് നിർത്തുവാണെങ്കിൽ ഉണ്ടല്ലോ മോഹൻലാൽ തല്ലി പഠിക്കാതെ പോകും. കുടുംബസമേതം 23 വയസ്സുകാർ കാണിക്കുന്നതാണോ എന്നൊക്കെ അവർ ചോദിക്കുന്നത്. ആ വീഡിയോയുടെ ഫുൾ ക്ലിപ്പൊന്നും ഞാനിവിടെ വെക്കുന്നില്ല. ഒരു ഗബ്രിയും അപ്പുറയും. അപ്പോൾ ഇവർ രണ്ടുപേരും കാണിക്കുന്നതൊന്നും കുഴപ്പമില്ല, കുട്ടികൾക്കൊന്നും പ്രശ്നമൊന്നുമില്ല. ഈ കൈകൊണ്ടുള്ള കാണിക്കുന്ന ഇപ്പോഴത്തെ ടീംസിനെ ഒന്നും ലാലേട്ടൻ അറിയാൻ വയ്യാത്തതുകൊണ്ട്, ബിഗ് ബോസിനൊന്നും അറിയാൻ വയ്യാത്തതുകൊണ്ട്, ഇതിനേക്കാളും വലിയത് ഈ സീസണിൽ നടന്നിട്ടുള്ള സീസൺ 4-ലും 5-ലും ഒക്കെ. അതുകൊണ്ട് അത് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനൊക്കെ ഇത്രയും വലിയ ശിക്ഷ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല സത്യം പറയാൻ. അപ്പോൾ ഈ വെളുപ്പിക്കുമ്പോഴേ
തന്തയ്ക്കും തള്ളയ്ക്കൊക്കെ വിളിക്കുന്ന ആ 23-കാരിയും പിന്നെ ഗബ്രിയും ജിൻഡോ ഒട്ടും മോശമൊന്നുമല്ല. അങ്ങേർക്കും ഉണ്ട് ചില ഇത് വാവിട്ട സംസാരം, എങ്ങനെ സംസാരിക്കണമെന്ന് അറിയത്തൊന്നുമല്ല. റസ്മിൻ ഭായ് ഒരു ടീച്ചറാണ്, അവരെന്തൊക്കെയാണ് കാണിക്കുന്നത് പറയുമ്പോൾ എല്ലാവരെയും പറയാനുണ്ട്. പക്ഷെ ഇതൊന്നും നിങ്ങൾ സംസാരിച്ചില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്കൊരു നല്ല വിഷമമുണ്ട്. ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് വിഷമമുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ ലാലേട്ടനൊന്ന് ആലോചിക്കണം. ജാസ്മിൻ സോറി പറഞ്ഞിട്ടില്ല, പിന്നെ എന്തിനാ ലാലേട്ടൻ ഇങ്ങനെ വെളുപ്പിക്കുന്നത്? ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ കമൻറ്റ് ഇടാം, നിങ്ങളുടെ അഭിപ്രായം പറയാം.